ഋഷാദേ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിന് ചെക്ക് വെക്കാനായിട്ട് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. മറ്റൊരാളും കൂടെ കൊട്ടാരക്കരയിലേക്ക് എത്തുന്നു. ഇന്ന് BJP അധ്യക്ഷൻ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഒരു ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് മത്സരത്തിന് എത്തുമ്പോൾ വീണ്ടും ഒരു ബിഗ് ബോസ് കളമായിരിക്കുമോ കൊട്ടാരക്കര കാണാൻ? ഉറപ്പായിട്ട് ഒരു ബിഗ് ബോസ് തന്നെ ആയിരിക്കും. കാരണം ഒരു എന്താ പറയാ, എന്തായാലും എല്ലാ ഈ പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു വാക്ക് തർക്കം ഇല്ലെങ്കിൽ ഒരു പോര് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ കൊട്ടാരക്കര പത്തനാപുരം സൈഡിലൊക്കെ സ്ഥിരം കേൾക്കാറുള്ളതാണ് ഈ സാധനം. അപ്പൊ ഈ വർഷം എന്തായാലും ഇനിയിപ്പോ ഒരു ബിഗ് ബോസ് ടച്ച് ആയിരിക്കും എല്ലാവർക്കും. ബിഗ് ബോസിൽ നമ്മൾ കണ്ട താരങ്ങൾ അവരുടെ നാട്ടിൽ വന്ന് ഇല്ലെങ്കിൽ ഈ പറയുന്ന കൊട്ടാരക്കരയിൽ വന്നിട്ട് അടി ഉണ്ടാക്കുക. പക്ഷെ ആരായിരിക്കും ജയിക്കുക? സത്യം പറഞ്ഞാൽ രണ്ടുപേരും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ്. നാട്ടുകാർക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എന്താ കാരണം എന്താണ്? പോർഷേ 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 വോട്ട് തരൂ. ലാല് കരയുന്ന പോലെയാണ് പുള്ളി. ഇടയ്ക്ക് ആവേശം കയറുമ്പോ ഈ പറയുന്ന പോലെ വാശി അങ്ങ് ഭയങ്കരമായിട്ട് ആവേശം കയറും റോബിൻ. അപ്പൊ പുള്ളിക്ക് എങ്ങനെ ആയിരിക്കും വോട്ട് പിടിക്കാൻ പോണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ആയിരിക്കും? എന്നാലും അലറിക്കൊണ്ടായിരിക്കും അല്ലേ? വോട്ട് തരൂ ഈ ഒരു മൂഡിലായിരിക്കും. അത് ജനങ്ങൾക്ക് അലോസരമാവില്ലേ? ഇല്ല, എല്ലാം നമ്മളെല്ലാം സെയിം ഒരേപോലെ തന്നെ നമ്മളെല്ലാം കണ്ടാൽ നമുക്ക് ബോറടിക്കൂലേ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വേണ്ടേ? പക്ഷെ ഇതെല്ലാം അനുഭവിക്കേണ്ടത് നാട്ടുകാരാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. ഇവര് ചിലപ്പം നല്ലത് ചെയ്യുമായിരിക്കും. ഇപ്പൊ നമ്മൾ വലിയ എന്താ പറയുക, ഇവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ആളുകൾ തിരിച്ച് നമുക്കൊന്നും തരാറില്ല. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ കൊട്ടാരക്കരയിൽ തന്നെ മത്സരിക്കും എന്ന് പറയുന്നില്ല. കൊല്ലത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും. കൊട്ടാരക്കരയിലാണെങ്കിൽ അത് കേറും അല്ലേ? റോബിനും അഖിൽ മാരാറും ഒരുമിച്ച് ഇന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് വേറെ ആയിരിക്കും. അപ്പൊ CPM-നും കൂടെ ഒരു ബിഗ് ബോസ് സ്ഥാനാർത്ഥി അതെ, CPM-നും കൂടെ ഒരു വല്ല സാബുവോ എന്നാ കയറി കൊട്ടാരക്കര. എനിക്കിപ്പം ഓർമ്മ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് ഈ പത്തനാപുരത്ത് ഗണേഷ്, ജഗദീഷ്, ഭീമന്റെ ഇവര് മൂന്നും മത്സരിച്ചപ്പോ ഭയങ്കര ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പും മാറിയിട്ട് ഇവരിലായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് തിരിച്ച് കൊട്ടാരക്കര അത് നമ്മുടെ കൊല്ലംകാരെ തന്നെ പിടിക്കും എന്നുള്ളതാണ്. പിടിക്കുമായിരിക്കും കേട്ടാ. അപ്പം സാബുവും വരുമോ? വന്ന അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളി വരുമെന്ന്. അപ്പൊ ഇപ്പൊ എന്തായാലും ബിഗ് ബോസിൽ നിന്ന് റോബിൻ രാധാകൃഷ്ണനും അഖിൽ മാരാറുമായി. അഖിൽ മാരാറും റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ ഒരുമിച്ച് കാണുകയാണ്. ഇപ്പൊ വോട്ട് പിടിക്കുന്ന വേളയിൽ ഇരുവരും തമ്മിൽ ഒരുമിച്ച് കാണുമ്പോൾ എങ്ങനെയായിരിക്കും സംസാരം? എന്തായാലും പൊതുവെ നമുക്കറിയാം, അപ്പൊ അവര് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് കുറ്റം പറയാൻ പറ്റിയില്ലെങ്കിൽ പാർട്ടിപരമായിട്ടെങ്കിലും താത്തും. എനിക്ക് തോന്നുന്നു പത്തനാപുരത്ത് ഈ പറയുന്ന പോലെ ജഗദീഷാണോ ഗണേശാണോ എന്ന് എനിക്കറിയില്ല, ജഗദീഷാണെന്ന് തോന്നുന്നു. ആദ്യം ഒരു കമ്പെടുത്ത് ഗണേശിന്റെ പാർട്ടിയിൽ എറിഞ്ഞു. ഗണേഷ് തിരിച്ച് അച്ഛന്റെ പേരിൽ ഒരു കമ്പെടുത്തെറിഞ്ഞു. അങ്ങനെയാണ് അവർ തുടങ്ങിയത്. അത് ആദ്യം പേര് പറഞ്ഞിട്ടല്ലായിരുന്നു. ആദ്യം അവരുടെ പാർട്ടിയിൽ നടന്ന കുറ്റങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങി. പിന്നെ അത് വലിയൊരു തർക്കമായി. പിന്നെ അവർ പരസ്പരം ഒരു എന്താ പറയുക, ഒരു ശത്രുക്കളെ പോലെ ആയി. ചിലപ്പോൾ അതുപോലെ ആവാം. അല്ല, ഈ ബിഗ് ബോസ് പോരാട്ടത്തിനപ്പുറം അഖിൽ മാരാർ കുറച്ചുകൂടെ രാഷ്ട്രീയപരമായി സംസാരിക്കുകയും രാഷ്ട്രീയ ബോധം പുലർത്തുകയും ചെയ്യുന്നത്. അഖിൽ മാരാർ നല്ലപോലെ സംസാരിക്കാൻ അറിയാം. അതാണ് പുള്ളിയുടെ ഏറ്റവും നല്ലൊരു. അപ്പൊ റോബിൻ സംസാരിക്കാൻ അറിഞ്ഞുകൂടി? റോബിൻ സംസാരിക്കാൻ നല്ലപോലെ അറിയാം. നല്ലപോലെ പുള്ളി സംസാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബെറ്റർ എനിക്ക് അഖിൽ മാരാറാണ്. പക്ഷെ നല്ലതിൽ ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ ആയിരിക്കാം. അതേപോലെ ലാല് എറണാകുളത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പുള്ളി മത്സരിക്കുവാണെങ്കിൽ എങ്ങനെ പുള്ളി മത്സരിക്കുവാണെങ്കിൽ പിന്നെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. പുള്ളി എന്തിനാ വോട്ട് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക, എന്തിനാ വന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ വോട്ട് കൊടുക്കാൻ പറ്റൂ. പുള്ളി ചിലപ്പോ ഈ പറയുന്ന പോലെ ആളുകളെ കേട്ട് വരും. എങ്ങനെയായിരിക്കും ലാൽ വോട്ട് വയ്ക്കുക? നമസ്കാരം, ഹലോ, നിങ്ങളോട് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടാണ്. എന്താ കേട്ടില്ല. നടക്കുകയാണല്ലോ. അപ്പൊ എന്റെ പാർട്ടിക്ക് വോട്ട് തരണം. എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ പ്ലീസ്. പാർട്ടി ചോദിക്കൂ. പാർട്ടി BJP, കോൺഗ്രസ്. ഇങ്ങനെയായിരിക്കും. അതേപോലെ ഉണ്ണി മുകുന്ദൻ പാലക്കാട് മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി വരും. ഈ ഉണ്ണി മുകുന്ദൻ പാലക്കാട് മത്സരിക്കുന്ന ചേട്ടൻ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് തൊടുപുഴയിൽ ആസിഫ് അലി CPM സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടി, അതേപോലെ പാലക്കാട് ഉണ്ണി മുകുന്ദൻ, ഇപ്പോ അഖിൽ മാരാറുടെയും അങ്ങനെ കുറെ താരങ്ങളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് മുകേഷ് ചേട്ടന് ഇല്ല, ഈ പ്രാവശ്യം മുകേഷിന് സീറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. സീറ്റ് ഇല്ലാത്ത എന്തുവാടേ എന്തോന്നടേ 11 മണിക്ക്
അപ്പം എനിക്ക് ഇതൊക്കെ പലതും ഫേക്ക് ആയിരിക്കും, ചുമ്മാ അത് അടിച്ച് ഈ സമയത്തല്ലേ ഇങ്ങനെ തള്ളി വിടാൻ പറ്റൂ. എന്തോ ദൈവഭാഗ്യത്തിന് മമ്മൂക്കാടെയും ലാലേട്ടന്റെയും പേരൊന്നും ഇല്ല. ഈ തൊടുപുഴയിൽ ആസിഫ് അലി വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വോട്ട് വയ്ക്കുന്നത്? ആസിഫൊക്കെ തൊടുപുഴയിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നല്ല സിനിമ കരിയർ ഉള്ള പുള്ളി നല്ലപോലെ സിനിമാ കരിയർ, അതായത് ഒരു സമയത്ത് പുള്ളിയുടെ പടങ്ങളെല്ലാം പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ആ ഒരു റേഞ്ച് വരെ എത്തി. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു അവാർഡ് എന്താ സ്പെഷ്യൽ ജൂറി അവാർഡ് വരെ മേടിച്ച ആളാണ്. അപ്പം പുള്ളി ഇപ്പൊ പുള്ളിയുടെ കരിയർ കളഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിയുടെ ഫാദറൊക്കെ രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പൊ പുള്ളി എന്റെ അറിയാം ആസിഫ് അലിയാണ്. അപ്പൊ എന്റെ അച്ഛൻ ഇവിടുത്തെ ഒരു വലിയൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പൊ ഇത്തവണ എനിക്ക് വോട്ട് തരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രശ്നമുണ്ടല്ലോ, കാറ്റ് കല്ലി ഇടിച്ചോടെ ഞാൻ തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ വേറെ ആരാ മത്സരിക്കാനുള്ളത്? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ലാൽ മത്സരിക്കണമെന്നായിരുന്നു. മത്സരിപ്പിച്ചല്ലോ. ലാൽ മത്സരിച്ച ജയിക്കുവോ? ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ ഏത് പാർട്ടിയിലാണെന്ന് വോട്ട് മാറി കുത്തുമല്ലോ. അത് ആളുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. കാരണം ആ മണ്ഡലത്തില് ഈ പറയുന്ന പോലെ പുള്ളി ഏത് പാർട്ടിയിലാണെന്ന് മാത്രം ആർക്കും മനസ്സിലാവില്ല. ഇതൊക്കെ ഞാൻ വെറുതെ ഒരു തമാശ രീതിയിൽ മാത്രം പറയാം. പുള്ളി പറയുന്നില്ല, നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ എന്നാലും ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ പക്ഷെ ഇവരാരും മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങിയതുപോലെ തന്നെ ഈ സുരേഷ് ആലപ്പുഴ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുന്നു. ഏത് സുരേഷ്? സുരേഷ് ഗോപി. ആലപ്പുഴയിലോ? വയനാട് എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങളെല്ലാരും കൂടി എന്നെ ചാണകമാക്കിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ എന്താ കേരളത്തിന്റെ അവസ്ഥ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ല പുള്ളി ഇലക്ഷൻ നിൽക്കുമ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനെയായിരുന്നു, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ന് വന്ന് കണ്ടാൽ മതി, നിങ്ങൾ ജയിപ്പിച്ചാൽ നിങ്ങളുടെ കൂടെ ഞാൻ കാണും, എറണാകുളം മെട്രോനെ ഞാൻ പാലക്കാട് വരെ ആക്കാൻ പോവാം, ഇങ്ങനെയൊക്കെ പറയും. ജയിച്ചു കഴിയുമ്പോൾ പുള്ളി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖ്യമന്ത്രിനെ കാണും. ആദ്യം മുഖ്യമന്ത്രി, ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വാ, ഇങ്ങനെയാണ്. അപ്പം ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഈ അഖിൽമാരാർ, ഇല്ലെങ്കിൽ ചേട്ടൻ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അഖിൽമാരാറായിരിക്കും റോബിനായിരിക്കും ജയിക്കാൻ? രണ്ടുപേരും മത്സരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. അവർക്ക് അവരുടേതായ കലാപരമായ മേഖലകളിൽ കുറച്ച്, അതായത് അഖിൽമാരാർ സിനിമയൊക്കെ ആയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. അദ്ദേഹം നിരീക്ഷകനായും ഈ അദ്ദേഹത്തിന്റെ നിരീക്ഷണമൊക്കെ മുന്നോട്ട് പോവുക. റോബിൻ രാധാകൃഷ്ണൻ ഈസ് നോട്ട് എ മെറ്റീരിയൽ ഫോർ പൊളിറ്റിക്സ് എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പേഴ്സണലി. അദ്ദേഹത്തിന് വേറൊരു ബ്രാൻഡിങ് ആണ്. അദ്ദേഹം അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ റോബിൻ ആയിരുന്നാലും അഖിൽമാരാറായിരുന്നാലും നമ്മൾ ഈ സെലിബ്രിറ്റികളായിട്ട് നമ്മൾ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പേഴ്സണലായിട്ട് അവരുടെ ലൈഫ് നമ്മൾ കാണാറില്ല. അവർ നമ്മൾ ഈ ഫോണിൽ കാണുന്ന, റീലിൽ കാണുന്ന അവരുടെ ഒരു സ്വഭാവം, ഇല്ലെങ്കിൽ ടി വിയിൽ ബിഗ് ബോസിൽ കാണുന്ന അവരുടെ ആ ഒരു ക്യാരക്ടറാണ് നമ്മളെ മനസ്സിൽ പതിപ്പിച്ച് വെച്ചത്. പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ സ്വഭാവം കൊണ്ട് അത് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഒരാൾക്ക് ഒരിക്കലും അത്ര, എനിക്ക് തോന്നുന്നു ഈ ഹോട്ട്സ്റ്റാറിലെ പോലെയൊക്കെ SMS ചെയ്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് അങ്ങനെയാണ് വിജയിച്ചിരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവർക്കൊക്കെ സാധ്യത ഉണ്ടായേനെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പാട്. അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ കാണും, വേറെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നവർ കാണും. ചിലപ്പം ഇവരെ കണ്ടിട്ട് അവരെ ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വിശ്വസിച്ച് വോട്ടിടാൻ വേണ്ടി പോകുന്ന ആളുകൾ കാണും. പക്ഷെ ആ ഒരു സ്നേഹം നമ്മളിപ്പോൾ പിടിച്ച് പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് പിടിച്ച് പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ പഴയൊരു ഫെയിം ചിലപ്പോൾ തിരിച്ച് കിട്ടണമെന്നില്ല. നമ്മുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കും. അതുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും. പിന്നെ അതിനും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്താന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചെയ്യുക. പക്ഷെ നിൽക്കുന്നതൊക്കെ നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആരായിരിക്കും നല്ലതെന്ന്. ചിലപ്പോൾ അഖിൽമാരാറായിരിക്കും ഈ കൊട്ടാരക്കരയുടെ ഈ ഒരു ഇത് തന്നെ മാറ്റാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. റോബിൻ ആണെങ്കിലും ചിലപ്പോൾ കൊട്ടാരക്കരയുടെ ഈ പറയുന്ന പോലെ ഒരു വികസനങ്ങളായിരിക്കും പിന്നെ. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ ജയിച്ചു കഴിയുമ്പം ഈ പറയുന്ന പോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറ എന്നും പറയാം.